കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കാൽവറിയിൽ ഉയർത്തപ്പെട്ട കുരിശിലേക്ക് നോക്കി ഈ നോമ്പിൽ നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ യേശുക്രിസ്തു കാൽവറിയിലേറ്റ ക്രൂശുമരണത്തെയും അതിനെ തുടർന്ന് പ്രത്യാശയും പ്രതീക്ഷയും നമുക്ക് ഏറെ പകർന്നു നൽകിയ വിജയത്തിൻ്റെ പ്രതീകമായ ഉയർപ്പിലേക്കും നാം കടക്കുകയാണല്ലോ. യേശുക്രിസ്തു വളരെ ആഘോഷപൂർവം കഴുതക്കുട്ടിമേൽ ഊശാനകൾ ആർത്തുവിളിച്ചുകൊണ്ടുള്ള ആ യാത്ര ചെന്നെത്തുന്നത് സഹനത്തിൻ്റെയും കഷ്ടതയുടെയും തന്നിലേൽപ്പിച്ചിരിക്കുന്ന നിയോഗത്തിലേക്കുമാണ് എന്നുള്ള ബോധ്യത്തിൽ ക്രിസ്തു അതിനെ വളരെയധികം സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പ്രതിഫലനമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ വിജയം അല്ലെങ്കിൽ പാപമോചനം മനുഷ്യവർഗത്തിന് മുഴുവൻ സാധ്യമായി. യഹോവ മോശയോട് കൽപ്പിച്ചു, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്രസർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഇസ്രായേൽ മക്കൾ രക്ഷ പ്രാപിച്ചത് പിച്ചള സർപ്പത്തിൻ്റെ ശക്തിയാലല്ല, മറിച്ച് അത് കൽപ്പിച്ച ദൈവത്താലാകുന്നു. മാനവരാശിയുടെ മുഴുവൻ രക്ഷയ്ക്കു വേണ്ടി ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാൽവറിയിൽ യാഗമായപ്പോൾ നമുക്ക് ലഭിച്ചത് ആ ക്രൂശിലൂടെ പാപമോചനം തന്നെയാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ദേവാലയത്തിൻ്റെ നടുവിൽ നട്ടുന്നതായ ഗോഗുൽത്ത, അതിലേക്ക് നോക്കുമ്പോൾ യേശുക്രിസ്തു ഏറ്റതായ പീഡയും ക്രിസ്തു ആ ക്രൂശിലൂടെ ചൊരിഞ്ഞു തന്നതായ തൻ്റെ ശരീരവും രക്തത്തിലൂടെയും നമുക്ക് നേടിത്തന്നതായ പാപമോചനത്തിൻ്റെ ആ വലിയ പ്രത്യാശയാർന്ന വിജയവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും എന്നും ഓർക്കുവാനും അതോടൊപ്പം തന്നെ പാപമില്ലാത്തവരായി നിഷ്കളങ്കരായി ജീവിച്ചുകൊണ്ട് അവൻ്റെ ക്രൂശിനെ നോക്കിക്കൊണ്ട് പ്രത്യാശയുടെ തീരത്തേക്ക് അണയുവാനും തക്കവണ്ണം സാധ്യമാകട്ടെ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ശ്ലീബായുടെ പ്രഭയെ കാണുവാൻ നിങ്ങളുടെ കണ്ണുകളെ ഉണർത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥനകളിൽ പാടുന്നുണ്ട്. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഈ കഷ്ടാനുഭവാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ഈ ക്രൂശിൻ്റെ പ്രതിഫലനങ്ങൾ, ക്രൂശ് നമുക്ക് നൽകുന്ന പ്രതിഫലനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്നവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെയെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അവനിൽ വിശ്വസിക്കുന്നവനും നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകുമെന്ന്. കുരിശ് നൽകുന്ന പ്രതിഫലനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ധ്യാനിക്കാം. ഒന്നാമതായിട്ട് അനുരഞ്ജനത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് കുരിശ് നൽകുന്നത്. സ്വർണ്ണനാവുകാരനായ ഇവാനിയോസ് പിതാവ് ഇപ്രകാരം പറയുന്നുണ്ട്, സ്വർഗവും പ്രപഞ്ചവും തമ്മിലുണ്ടായിരുന്ന ശത്രുത്വത്തെ ഇല്ലാതാക്കി തീർക്കുന്ന അനുരഞ്ജനമായിരുന്നു ഈ ക്രൂശിൽ കാണുവാൻ തക്കവണ്ണം സാധിച്ചത്. പ്രതിസന്ധികളെ ചാടിക്കടക്കുന്ന ആത്മീയതയല്ല, പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ട് യോശുവ ചെങ്കടൽ ചവിട്ടിക്കടക്കുന്നുണ്ട്. മോശ ഇസ്രായേൽ ജനത്തെ നയിക്കുന്നുണ്ട്. പ്രതിസന്ധിയിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് പരസ്പരം സ്നേഹത്തിലും സാഹോദര്യത്തിലും അനുരഞ്ജനത്തിലും വളരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. രണ്ടാമതായിട്ട് ദൈവദർശനത്തിൻ്റെ പ്രതിഫലനമാണ് ഈ ക്രൂശ് നമുക്ക് നൽകുന്നത്. കോപ്റ്റിക് പോപ്പായിരിക്കുന്ന ഷെനൂഡ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവദർശനത്തിൻ്റെ ഉത്സവമാണ് വലിയ വെള്ളി അല്ലെങ്കിൽ ദുഃഖവെള്ളി. പത്രോസ്ലീഹ ചുംബിച്ചുകൊണ്ട് മരിക്കുന്ന അവസരം അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ കാൽപാദം ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തല കീഴായിട്ട് ക്രൂശിക്കപ്പെടുന്ന ഒരു അനുഭവം.
ദൈവദർശനം സാധിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തു ദർശനം നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ക്രിസ്തുവിന് വേണ്ടി ഏൽക്കുന്ന സഹനമൊന്നും ഒന്നുമല്ല എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിത്തീരുകയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുകയും ചെയ്യും. മൂന്നാമതായിട്ട് ക്രൂശ് സഹനത്തിൻ്റെ പ്രതിഫലനമാണ്. സഹനത്തിൻ്റെ പെരുന്നാളാണ് ഈ കഷ്ടാനുഭവാഴ്ചയിൽ നടക്കുന്ന ഓരോ ആരാധനാക്രമങ്ങളും. പിതാവേ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെയാകട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടുവാനും അത് സഹനത്തിലൂടെയായാലും സന്തോഷത്തിലൂടെയായാലും അത് ഏറ്റെടുത്തുകൊണ്ട് ഏൽപ്പിച്ച നിയോഗങ്ങളെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 3 പ്രതിഫലനങ്ങളാണ് ഓർമ്മിപ്പിച്ചത്. ഒന്നാമതായിട്ട് അനുരഞ്ജനത്തിൻ്റെ പ്രതിഫലനം കുരിശ് നമുക്ക് നൽകുന്നുണ്ട്. രണ്ടാമതായി ദൈവദർശനത്തിൻ്റെ പ്രതിഫലനം നൽകുന്നു. മൂന്നാമതായി സഹനത്തിൻ്റെ പ്രതിഫലനം നമുക്ക് നൽകുന്നു. ഈ ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് ഈ കഷ്ടാനുഭവാഴ്ച മുൻപോട്ട് ക്രിസ്തുവിനെ ഓർത്ത് ധ്യാനിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.